കറക്റ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവരുടെ ഫുൾ വ്യൂ ഇതാട്ടാ. അതെന്താ ഇതിന് മാത്രം മൂക്ക് കുത്താതെ? മൂക്ക് കുത്തി കഴിയുമ്പോഴത്തേക്ക് എത്ര വയസ്സുണ്ട്? ഇതും പിന്നെ ഒരു 2 വയസ്സിന് 2.5 വയസ്സ് അടുപ്പിച്ച് മോദിജിയെ കണ്ടപ്പോഴത്തേക്ക് നമുക്കും ഒരെണ്ണം പിന്നീട് നമ്മുടെ തൊഴുത്തിൽ നിൽക്കട്ടെ. ഇത് തീറ്റയ്ക്ക് ഇവിടെ മുട്ട വരും. ഇതിന്റെ തണ്ടോട് കൂടി വെട്ടിക്കൊണ്ടാ പോകുന്നത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കയ്യിലിരിക്കുന്ന നാടൻ പശുവിനെ കണ്ടിട്ട് നാടൻ പശുവളത്തിലേക്ക് തിരിഞ്ഞ ഒരു കർഷകനെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. സാധാരണ നമ്മുടെ തൊഴുത്തിൽ 1-2 ഇനത്തിൽപ്പെട്ട പശുക്കളെ ഉണ്ടാവാറുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തൊഴുത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ തന്നെ 5 സംസ്ഥാനങ്ങളുടെ തനതായ പശുക്കളുണ്ട് എന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് കാങ്കയുണ്ട്, ഹള്ളിക്കറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയുടെ പ്രത്യേകത കേരളത്തിന്റെ ഏറ്റവും വ്യത്യസ്തമായ നാടൻ പശു വളർത്തലാണ്. അപ്പൊ നേരെ കാഴ്ചകളിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. പേര് പറയാവോ? അശോകൻ. ഓക്കെ. നമ്മുടെ സ്ഥലം പറയാവോ? തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്കില് വട്ടപ്പാറ വില്ലേജില് അമ്പലം നഗർ. അപ്പൊ ഈ നാടൻ പശുവിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ എന്താ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം പാല് കൂടുതലുള്ള പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നാടൻ പശുക്കൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പാല് കുറവും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് ആരും അതിന് മുതിരാറില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് മനസ്സിൽ തോന്നി ഇതിലേക്ക് ഒന്ന് ഇറങ്ങണം, ഇത് എന്താണ് ഇതിന്റെ കാര്യങ്ങളൊന്ന് പഠിക്കണം തോന്നി. അതെ, ഇതിലോട്ട് പിന്നീട് ചെറുപ്രായം മുതലേ പശുക്കളോട് ഭയങ്കര താല്പര്യമാണ്. അന്നന്ന് ഈ വലിയ ബ്രീഡ് ഇല്ലല്ലോ. അപ്പം നാടൻ ബ്രീഡുകൾ നമ്മൾ കൊച്ചുനാളിലൊക്കെ വളർത്തി വന്നതുകൊണ്ട് ഇപ്പോഴ് നാടൻ പശുക്കളിലോട്ട് ഫ്രീ ടൈം നാടൻ പശുക്കളുമായിട്ട് സമയം ചെലവഴിക്കാം എന്ന് വിചാരിച്ചു. സർവീസ് ആയിരുന്നു 34 വർഷം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് വേറെ ഞാൻ ഏവിയേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ വർക്ക് ചെയ്തിരുന്നു. 34 വർഷം സർവീസ് ചെയ്തു. 2016 നവംബറിൽ റിട്ടയർ ചെയ്തു. അതിനുശേഷം കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ട് 2018 മുതൽ പശുക്കളുടെ ഒരു രീതിയിലോട്ട് വന്നു. ഇവിടെ ഇപ്പൊ 600 വർഷം പഴക്കമുള്ള ഒരു ബ്രീഡ് ഉണ്ട്, ഒരു നാടൻ ബ്രീഡ് അല്ലെ? കാണിച്ചു തരാം. ഇവിടുത്തെ ഹൈലൈറ്റ് പശു എന്ന് പറഞ്ഞാൽ ഇതാണ്. നാടൻ പശു തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യം വന്നത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു അനുജൻ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നതാണ് ഹള്ളികർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇത്. അതായത് കേരളത്തിൽ തന്നെ ആദ്യമുള്ള ഒരു സംഭവം ഇവിടെയല്ലേ? അങ്ങനെ റെയർ ആയിട്ട്, വെരി റെയർ ആണ്. ഞാനും അന്വേഷിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഒരിടത്തും കണ്ടിട്ടില്ല. എനിക്ക് സംഘടിച്ച് തന്ന പാർട്ടിയും പറഞ്ഞു എന്നോട് ആരേലും ഇല്ല, പലയിടത്തും നമ്മൾ തിരക്കി ഇല്ല, കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ സംരക്ഷിച്ചു പോരുന്നത്. കർണാടകയിൽ വളരുന്ന ഒരു ബ്രീഡാണ് ഹള്ളികർ എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ഒരു ഗോത്ര വർഗത്തിൽപ്പെട്ട അവിടെയുള്ള ആൾക്കാർ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. കൃഷിക്കും വണ്ടി വലിക്കുന്നതിനും ഒക്കെ ഉള്ള പർപ്പസിന് വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു മാനിന്റെ ഒരു ഇതാണ്. അതെ അതെ, എന്റെ ഫേസ് ബോഡിയൊക്കെ കണ്ടു കഴിഞ്ഞിരുന്നാല് അത്രയ്ക്ക് നമ്മൾ എല്ലാവർക്കും ഒരു അതിശയമാണ്. ഈ ഒരു പശുവിനെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു അതിശയമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പേര് കേട്ടിട്ടുള്ളൂ. എനിക്കത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു, ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇതൊന്നും കാണാൻ പറ്റിയില്ല. അതിന്റെ ആ കാല്, പിന്നെ അതിന്റെ ഫേസ് ആട്ടോ, മാനിന്റെ ഫേസ് ആണ്. കൊമ്പ്. ഇതിനെ ഞങ്ങള് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലച്ചു എന്ന് വിളിക്കും. ലച്ചു ഇവിടെയാണ് ആദ്യം കൊണ്ടുവന്നത്. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ആദ്യമായിട്ട്. ഓക്കെ. ഈ ബ്രീഡിനെ തന്നെ എങ്ങനെ തെരഞ്ഞെടുത്തു? കാരണം നമ്മൾ സാധാരണ കേരളത്തിലുള്ള വെച്ചൂര് അങ്ങനെയുള്ള എല്ലാവരും പിന്നീട് വെച്ചൂര് എന്നുള്ള ഇതിലോട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് അതിനെ മാറ്റിയിട്ട് ന്യൂ വെറൈറ്റീസ് ആയിട്ടുള്ള പിന്നീട് ഇതിനെ സെലക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഈ കാണുന്ന പശുവിന് എത്ര പ്രായമുണ്ട്? ഇതിനിപ്പം വന്നിട്ട് ഒരു 2 വയസ്സ് കഴിയും. ചെനയാണോ? പിന്നെ ഇൻസിമിനേഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ ഇൻസിമിനേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇനം തന്നെയാണ് അതിന്റെ ഒരു പിന്നീട് ഇത് ആയിട്ടില്ല. ഇതിലും ഏകദേശം അതേപോലത്തെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഇതാണ്. ഇതിന്റെ സെമൻ ഇപ്പം ഇവിടങ്ങളിൽ റെയർ ആണ്. NTPCയിലേ ഉള്ളൂ. അതിനെ പിന്നീട് കളക്ട് ചെയ്യണം. ഇത് സക്സസ്, ഫസ്റ്റ് ഇൻസിമിനേഷൻ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ അതിലോട്ട് തന്നെ നോക്കും. ഈ കളർ തന്നെയാണോ ഇതിന്? ഇതില് കളർ വേരിയേഷൻസ് ഉണ്ട്. കൊണ്ടുവന്നപ്പോഴത്തേക്ക് വളരെ കുറവായിരുന്നു, പിന്നീട് ലൈറ്റ് കളറായിരുന്നു. ഇപ്പം പിന്നീട് ഡാർക്കായി വരുന്നുണ്ട്. ബാക്ക് സൈഡും അതിൻ്റെ പിന്നീട് ഹമ്പ് തൊട്ട് അങ്ങോട്ടുള്ള
സൈഡ് അത്രയും അതായത് മാനും പശുവും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള അതൊക്കെ ഓരോരുത്തർ അത് തന്നെ എങ്ങനെ ഉണ്ടാക്കി വരുന്നു എന്നുള്ളത് അറിയത്തില്ല. അതിന്റെ ഹമ്പ് നോക്കി, ഹമ്പാ ഏറ്റവും വലിയ ഹമ്പുള്ള പശുവാണ്. ഇത്രയും ഹൈറ്റ് ഉള്ളായിരുന്നോ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത്രയില്ല, ഇതിന്റെ പകുതിക്ക് താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ ഹൈറ്റ് വെക്കും തോന്നുന്നു അല്ലേ? ഇനിയും വളരും. പിന്നെ ഇതിപ്പോ 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇനിയും വളരണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ഇത് വരും. ചേട്ടനേക്കാളും കൂടുതൽ ഹൈറ്റ് വെക്കും തോന്നുന്നു. ഹൈറ്റ് വരും. ഇത് വളരുന്നത് വളരെ പിന്നീട് ഇത്തിരി ഹൈറ്റ് വരുന്ന വെറൈറ്റിയാണ്. ഞാൻ പടത്തിലൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് വരുന്നത്. പക്ഷേ വണ്ണം കുറവാണ്. ഈ ബോഡി ഇത് തന്നെയാണ്, ഹൈറ്റ് വെക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പൊ ഇത്തരത്തിലുള്ള പശു ആയതുകൊണ്ട് ഇതിന്റെ സ്വഭാവം എങ്ങനെയാണ്? സ്വഭാവം അതിന് കുടിക്കാനും കഴിക്കാനും കൊടുക്കുന്നവരുമായിട്ട് ഭയങ്കര ഇന്റിമേഷനാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നീട് നമുക്ക് അതിനെ തടകാനും പിന്നീട് അതിൻ്റെ നിബിളിൽ പിടിക്കാനും എന്ത് ചെയ്യാനായിട്ടും പിന്നീട് കൊച്ചു കുട്ടികൾക്ക് വരെ പിന്നീട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചുമകന് വന്നിട്ട് മകളുടെ മകന് വന്നിട്ട് ഭയങ്കര ക്രൈസാണ്, ഭയങ്കര പെറ്റാണ്. അതെല്ലേ, നമുക്ക് കണ്ട പേടിയാവും, പക്ഷെ ആള് പാവല്ലേ? ആള് വളരെ വളരെ കാമൻ ക്വയറ്റാണ് ആള്. അപ്പൊ ഇത്രത്തോളം ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് എത്രത്തോളം പാല് കിട്ടാൻ പാല് നാടൻ പശു ആകുമ്പോഴത്തേക്ക് ബോഡി വെയിറ്റ് ഒന്നും അതിനൊരു പിന്നീട് ബേസിക് ഇതല്ല, മനസ്സിലായില്ല. അതിന് കിട്ടുന്ന പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-2.5 ലിറ്റർ പാല് ഈ നാടൻ പശുക്കൾ എന്ന് പറയുന്ന വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇനി പ്രസവിച്ച് കറന്ന് വരുമ്പോഴത്തേക്ക് അതിന്റെ ആക്ച്വലായിട്ട് എത്ര എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിനെ കൊണ്ടുവന്നപ്പോ മെരുക്കെടുക്കാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളല്ലേ, കുട്ടിയിലല്ലേ കൊണ്ടുവരുന്നത്, വലുതായിട്ടല്ലല്ലോ. കുട്ടികൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണോ കുഞ്ഞിന്റെ അതേപോലെ അവരെയും കൊണ്ടുവന്ന് നമ്മൾ അവരുമായിട്ട് ഇടകലർന്ന് പോകുമ്പോഴത്തേക്ക് അവര് നമ്മുടെ പെറ്റായി മാറുകയാണ്. ഇവിടെ എല്ലാവരും നമ്മുടെ പെറ്റാണ്, എല്ലാവരും. മിനിയേച്ചർ കൗവിന്റെ അടുത്ത് പോയി കഴിഞ്ഞിരുന്നിരുന്നാല് നമുക്ക് നമ്മളെ നക്കി ഉമ്മൊക്കെ തന്നിട്ടുള്ള ഒരു ഇഷ്ടമുള്ള ഫുഡ് വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ചെന്ന് പറഞ്ഞു പഴമെല്ലാം പിന്നീട് വളരെ ഇഷ്ടമാണ്. പഴത്തൊലി പഴം ഇതെല്ലാം വളരെ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്ക് മുട്ടായി ബിസ്ക്കറ്റ് എന്തെങ്കിലും നമ്മൾ വെളിയിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണോ അതേപോലെ എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉടനെ അവര് ഹാപ്പി ആയി വേണിയിട്ട് എല്ലാവരും. അപ്പൊ സാധാരണ നാടൻ പശുക്കൾക്ക് കൊടുക്കുന്ന അതേ തീറ്റ ഇതിന് കൊടുത്താൽ മതി? അതിനെങ്ങനെയാ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പശുക്കൾ കുറച്ച് സൈസ് കുറവായിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും, ബോഡി കുറച്ച് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് കുറച്ചും കൂടെ പിന്നീട് കുടിക്കാനും തിന്നാനായിട്ടെന്ന് പറഞ്ഞാൽ നാടൻ പശുക്കൾ തിന്നുന്നത് പോലെയുള്ള വൈക്കോലും പുല്ലും ഒക്കെ തിന്നത്തുള്ളൂ. നമ്മള് കുടിക്കാനായിട്ട് പരുത്തി, അത് കഴിഞ്ഞിട്ട് തവിട്, വീട്ടിലെ കഞ്ഞിവെള്ളം, പിന്നീട് അരി കഴുകുന്ന കാടിവെള്ളം, അത് കഴിഞ്ഞിട്ട് KS എന്ന് പറയുന്ന പെല്ലറ്റുണ്ട്, ഡീലക്സ് എന്ന് പറയുന്ന, സുപ്രീം അല്ല ഡീലക്സ് എന്ന് പറയുന്ന ഒരു പെല്ലറ്റുണ്ട്. അത് ഒരു കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ, അങ്ങനെ ഒരു 2-2.5-3 കിലോയ്ക്ക് അകത്തുള്ളത് ഒരു നേരം നമ്മൾ കൊടുക്കും. നമ്മളെല്ലാരും കാങ്കയം എന്ന ബ്രീഡ് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒറിജിനൽ നിങ്ങൾ കണ്ടിട്ടൊന്നും. ഇതാണ് ഒറിജിനൽ അല്ലേ? ഒറിജിനൽ പിന്നീട് വൈറ്റ് കളർ, മറ്റ് കളർ ഉണ്ടാവാം, പക്ഷെ എന്ന് പറഞ്ഞാൽ ഒറ്റ കളറായിട്ട് പിന്നീട് ഒറ്റ കളർ എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് കളറിൽ കിട്ടത്തില്ല. ഇതൊരു ലോട്ടറി അടിക്കും പോലെയാണ്. ഇത് നമ്മുടെ ഒരു ലോട്ടറി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് ഒരുപാട് ലോട്ടറി എടുക്കുമ്പോഴല്ലേ കിട്ടത്തുള്ളൂ. ഇത് പിന്നീട് വെറൈറ്റി ഉണ്ട്, കാങ്ക എന്ന് പറയുന്ന വെറൈറ്റി ഒരുപാടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാല് ഈ കളറിലുള്ള ഒരു ക്വാളിറ്റി ഒത്ത ഒരെണ്ണം കിട്ടുക എന്ന് പറയുന്നത് അതൊരു ലക്കായിരുന്നു. ഈ ഫാമിന് രണ്ടാമത് വന്ന ആളായിട്ട് ഇതിനെ നമ്മള് ഇത്രയും പ്യുവർ വൈറ്റ് എങ്ങനെ കിട്ടി? പ്യുവർ വൈറ്റ് ആയിട്ട് കുഞ്ഞിൻ്റെ പിന്നീട് പ്യുവർ വൈറ്റ് ആയിരുന്നു. അത് പിന്നീട് വളർന്നു വന്നപ്പോഴത്തേക്ക് വളരെ നല്ല ഒരു പിന്നീട് അഴകുള്ള രീതിയിലുള്ള കളറിലോട്ട് മാറി. എത്ര വയസ്സിൽ ഇതിന് പിന്നെ ഒരു 2 വയസ്സിന് 2.5 വയസ്സ് അടുപ്പിച്ച്. പിന്നെ ഇവരെല്ലാം നമ്മുടെ ലക്ഷ്മി എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അതെല്ലേ, അവളുടെ കൊമ്പ് നോക്കിയ കൊമ്പാണ് ഹൈലൈറ്റ് അല്ലേ? കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് പിന്നീട് അറ്റാക്ക് ചെയ്യുന്നതിന്റെ പിന്നീട് ലക്ഷ്മി, അതായത് നമ്മളുണ്ട്, അതാണ് അത് ചെറിയൊരു പേടിച്ചിട്ടാണ് പറഞ്ഞ ലക്ഷ്മി. അപ്പൊ ഇത് കാണുമ്പോ നമുക്ക് എന്തായാലും എല്ലാവർക്കും പേടി തോന്നും. ഇതിനെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാ. ഇതിനെയും ഞാൻ പിന്നീട് അടുത്ത സമയത്ത് കൊടുത്തിട്ട് പുങ്കാനൂരിന്റെ ഒറിജിനൽ പ്രസവിച്ച ഒരു പശു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മള് പിന്നീട് ഇതിനൊരു പരസ്യമൊക്കെ കൊടുത്തു. ഒരുപാട് എൻക്വയറീസ് വന്നെങ്കിൽ പോലും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ മോഹവിലയാണ്. ഇതിനൊക്കെ മറ്റു പശുക്കളെ കാണും പോലെയല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെരി വെരി റയർ ആണ്. വെരി വെരി റയർ ആവുമ്പോഴത്തേക്ക്
അതിനനുസരിച്ചുള്ള വില നമുക്ക് കിട്ടണം. ഓക്കെ, മോഹവില എന്ന് പറയുമ്പോൾ മോഹവില എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 70,000 റുപ്പീസാണ് ഇതിന് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ 1,00,000 രൂപയ്ക്ക് പുറത്ത് കൊടുക്കണം. മണിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്, മണിയുണ്ട്, എല്ലാ പിന്നീട് അടയാഭരണങ്ങളും ഉണ്ട്. ഞാനിവിടെ തൊട്ടടുത്ത് നിൽക്കുന്നോണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അത് തന്നെ, പിന്നീട് പരിചയമില്ലാത്തവരെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആക്ഷൻ അവർ എടുക്കും. കുട്ടികളാണെങ്കിൽ പോലും, നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും പരിചയമില്ലാത്ത ഒരു ആൾ വന്ന് വിളിക്കുമ്പോഴത്തേക്ക് ചില കുഞ്ഞുങ്ങളെ പോവുള്ളൂ, പലരും നല്ലൊരു ശതമാനവും ഇങ്ങനെ മാറിപ്പോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഈ കാണുന്ന ഗിർകുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ഇത് ഏകദേശം 1 വയസ്സിനകത്തേ ഉള്ളൂ. 1 വയസ്സിനകത്തേ ഉള്ളൂ. കൊണ്ടുവന്നിട്ട് ഒരു 4 മാസം അത്ര ആയിട്ടുള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഫാമിലി ഏറ്റവും ഇണക്കമുള്ളതാണ്. ഇണക്കം പറഞ്ഞാൽ വളരെ ഇണക്കമുള്ളവരാണ്, ഇണക്കമുള്ളതാണ്. എല്ലാവരെയും സ്നേഹിക്കപ്പെടുന്ന ഒരു പിന്നീട് വിഭാഗമാണ് ഈ ഗീർ എന്ന് പറയുന്നത്. സിംഹത്തോട് കടപിടിക്കുന്ന ആ ഒരു രീതി കൊണ്ടാണ് ഇതിന് ഗീറെന്ന്. ഇതിനെ എവിടുന്ന് സെലക്ട് ചെയ്ത്? ഇതും പിന്നെ എൻ്റെ ഈ കിരൺ ആള് തന്നെയാണ്, കിരണി തന്നെ നമ്മുടെ ഒരു ശേഷാറിന് തന്നെയാണ് ഇതിനെ എല്ലാം സംഘടിച്ചു തന്നത്. വെറൈറ്റീസ് പേരുണ്ട്, റാണി. റാണി എവിടാണ് ഇവിടുത്തെ റാണി? ചേർന്ന് നിൽക്കുവാണേ. എല്ലാവരും മണം പിടിച്ച് എല്ലാം റാണി റാണി. ഇതിന് മാത്രം മൂക്ക് കുത്തി കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്വഭാവത്തിന് കുറച്ച് വ്യത്യാസം വരും. അവരെ വേദനിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ആരാണോ ഞാൻ കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയും അടുക്കാനായിട്ട് സ്നേഹിക്കാനും ഒക്കെ അവർക്കൊരു വൈമനസ്യം ഉണ്ടാവും. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കും, അതേപോലെ തന്നെ അവർക്ക് വേദന അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടെ ഇതാവാനായിട്ട് പിന്നീട് വലിയ പാടാണ്. അത് മറക്കണം. അത് മറന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളുമായിട്ട്, അതുകൊണ്ടാണ് പിന്നീട് വേറെ പ്രശ്നമില്ല, മുക്ക് കുത്തേണ്ട ആവശ്യമില്ല. അതെന്ന് പറഞ്ഞ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാലും മൂക്ക് കുത്തേണ്ട ആവശ്യമില്ല സാധാരണ. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് വിടണം. പക്ഷെ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന് നിർത്തി അവരെ മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് സംരക്ഷിക്കുന്നത്. ശ്രീഹരിപുള്ളിലുണ്ടായ കുട്ടികൾ നമുക്ക് കാണട്ടോ. ഇതിപ്പോ എത്ര മാസമായി? ഇത് 8 മാസം ആണ് പ്രായം പറയുന്നത്. 8 മാസം ഇപ്പൊ റീസെന്റ്ലി വന്നതാണ്. മനസ്സിലായില്ലേ? ഏറ്റവും ഇളയ ആളാണ്, കുഞ്ഞിയാണ്, വളരെ കുഞ്ഞി പേറുമാണ്. ഇതിനെ നമുക്ക് കുട്ടികളെടുത്തോണ്ട് പോകുന്നത് പോലെ എടുത്തോണ്ട് പോകാനും ഒക്കെ ഒരു ഇതാണ്. വീടിന്റെ അകത്ത് ഇവിടെ ഞാൻ അഴിച്ചുവിടും. ഈ പിന്നീട് തൊഴുത്തിന്റെ 4 വശവും ബോഡി നടന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള പരിപാടിയാണ്. ഇവര് 3 പേരെ ഞാൻ അഴിച്ചുവിടും. പിന്നീട് കുറെ സമയം അവരെ വിടും. അവര് ഓടിയൊക്കെ പിന്നീട് നല്ല ബോഡിയൊക്കെ ഉഷാറാവുമ്പോഴത്തേക്ക് പിന്നെ അവര് വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യും. ഫുൾ ടൈം ഓട്ടം ആയിരിക്കുമല്ലോ. വിടുമ്പോഴത്തേക്ക് ഭയങ്കര പവർഫുൾ ഓട്ടമാണ്. മണിയെല്ലാം കെട്ടിക്കൊണ്ട് തന്നെ വന്നത്. എല്ലാം കൊണ്ടുവന്ന് മണിയെല്ലാം കെട്ടി. അടുത്ത ബ്രീഡിനെ കാണാൻ കേട്ടോ. ഇതാണ് ഇത്. പിന്നീട് ഏകദേശം 1 വർഷം ആവുമല്ലേ, 1 വർഷം ആവും കൊണ്ടുവന്നിട്ട്. അത് നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിജി ഒരു പിന്നീട് പുങ്കാനൂരെന്നും പറഞ്ഞുകൊണ്ട് ഏകദേശം കളറുള്ളത്, വൈറ്റ് കളറല്ലാതെ ഇത്തിരി കളറുള്ള ഒരു ബ്രീഡിനെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വന്ന് കിട്ടിയതാ ഇതിനെ. ആ ഒരു പിന്നീട് പ്രോത്സാഹനമാണ്. അങ്ങനെയാണ് ഞാൻ ഇതിനെ സംരക്ഷിച്ചു പോരുന്നത്. അത് തന്നെ മോദിജിയെ കണ്ടപ്പോഴത്തേക്ക് നമുക്കും ഒരെണ്ണം പിന്നീട് നമ്മുടെ തൊഴുത്തിൽ നിൽക്കട്ടെ, നമ്മളുമായിട്ട് പിന്നീട് ഇണങ്ങി പോകട്ടെ എന്നുള്ള രീതിയിലുള്ള. ഇല്ല കുത്തിവെച്ചില്ല. അതിനുള്ളതൊക്കെ ആയി വരുന്നത് പ്രായം 2 വയസ്സ് പ്രായം വരും. ഇവിടെ വളരെ ഇതാണ്. ഇല്ല, തുറന്നു വിട്ട് കഴിഞ്ഞിരുന്നിരുന്നാല് വളരെ ആക്റ്റീവാണ്. ഇവര് 2-3 പേര് അഴിച്ചുവിടുമ്പോ ഇവര് കൂട്ടത്തോട് 2 പേരും കൂടെ ഓടി. ഇവർക്ക് മാത്രമാണ് ഈ സെപ്പറേറ്റ് തൊഴുത്ത് വെച്ചത്. അത് തന്നെ പറഞ്ഞു. ഇത് ഹൈറ്റ് കുറച്ചിട്ട് കൂടും ഇതെല്ലാം ഹൈറ്റ് കുറച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവരെ നിർത്താൻ വേണ്ടി, ഈ മിനിയേച്ചർ കൗവിനെ നിർത്താൻ വേണ്ടി. ഓരോരുത്തർക്കും ഓരോ തൊഴുത്തുകളാണ്. അത് തന്നെ പറയാം.
അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇത്രയും കൊമ്പും കാര്യങ്ങളും ഉണ്ടുകൊണ്ട് മറ്റുള്ളവരെ കൂടെ നിർത്താൻ പറ്റത്തില്ല. തലയിട്ട് കുലുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്തൊക്കെ കയറിക്കൊണ്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഒറ്റയാളായിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അത് പുല്ലുകൂട്ടി കയറിയിട്ട് ഇവരെല്ലാം വാച്ച് ചെയ്യും. ഇവരൊക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, പിന്നീട് അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കി ഉള്ള ഒരു ഇതാണ്. ഇതിന് മൂക്കാർ ഇട്ടിട്ടില്ല, മോക്കാര് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അയ്യോ, ഒരാൾ എനിക്ക് ഇത് ഇവരുടെ പേര് പിന്നീട് മണിക്കുട്ടി എന്നാ. മണിയൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് മണിക്കുട്ടിയാണ്. പൂങ്കാനൂർ പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ മിക്കവരും വാങ്ങുന്ന ഒരു പശുവാണ്, ഒരു ഇനമാണ് ഇത് അല്ലെ? കൃഷ്ണ ഇനത്തിൽപ്പെട്ട പശു എന്ന് പറയും. ഇവക്ക് എത്ര പ്രായമുണ്ട്? ഇത് പ്രായം പിന്നീട് കുട്ടി പ്രസവിച്ച് കുട്ടി ആയിട്ട് ഒരു പിന്നീട് 5-6 മാസം ആയപ്പോഴത്തേക്കാണ് എനിക്ക് കിട്ടുന്നത്. അതിന്റെ കുട്ടി വന്നിട്ട് ഒരു കാളക്കുട്ടിയായിരുന്നു. അത് ഗോൾഡൻ കപില എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിരുന്നു. അവസാനം അതിനെ ഞാൻ പിന്നീട് മാറ്റിയായിരുന്നു. ഇപ്പം പിന്നീട് 7 മാസം ഗർഭിണിയാണ്. 8ാം മാസത്തിലേക്ക് പോകാൻ പോകുന്നു. കുത്തിവെച്ചിരിക്കുന്നത് ഇപ്പം വന്നിട്ട് വെച്ചൂറിന്റെ ഒരു ഇതാ കൊടുത്തിരിക്കുന്നത്. പുങ്കാനൂര് 3-4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് സക്സസ് ആയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഡിലേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ പിന്നീട് വെച്ചൂരാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വളരെ കാമൻ ക്വയറ്റാണ്. പക്ഷെ അത് പിന്നീട് നമ്മൾ പരിചരിക്കുന്നവരുമായിട്ട് മാത്രമേ പിന്നീട് ഇണങ്ങി പോകത്തുള്ളൂ. അങ്ങനെയുണ്ട്. ഇത് പിന്നീട് വേറൊരു സ്ഥലത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് വളർത്തിയിട്ട് കൊണ്ടുവന്നതാണ്. അവർക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഒഴിവാക്കിയതാണ്. അതെ. അപ്പൊ എങ്ങനെയാണ് ഇവിടെ വന്ന് മെരുക്കിയെടുത്തത്? കാരണം അവിടെ വളർന്ന് ഒരിടത്ത് വളർന്നിട്ട് വരുമ്പോഴത്തേക്ക് അതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് എടുക്കണം, നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ. അതിന് പിന്നീട് കുറച്ച് റിസ്ക് ഉണ്ട്. ഈ നാടൻ പശുക്കളെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് റിസ്ക് ഉണ്ട്. അതിനൊരു മനധൈര്യം, ഒരു വിൽ പവർ വേണം. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കുമ്പോഴത്തേക്ക് പിന്നീട് പ്രതികരിക്കും, പിന്നീട് അതിന്റെ ശരീരത്തിൽ തൊടാൻ പോയാൽ പ്രതികരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഉണ്ട്. മറ്റുള്ള നമ്മൾ നേരത്തെ കണ്ട ബ്രീഡ് പോലെ അല്ല. അവർക്ക് കുടിക്കാനും തിന്നാനുള്ളതൊക്കെ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ കാണുകയും അവര് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് അവര് ഇതാവും. അപ്പൊ ഇതിന്റെ കറ എത്രത്തോളം കിട്ടാറുണ്ട്? കറവെന്ന് പറഞ്ഞാൽ 1 വർഷത്തിന് പുറത്ത് കറക്കാം നമുക്ക്. ഇതിന് നമ്മള് ഇൻസെമിനേഷൻ ചെയ്ത് പിന്നീട് ഇതായി കഴിഞ്ഞിരുന്നിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് പാല് നിൽക്കും. അതുവരെ നമുക്ക് കറക്കാം. നീണ്ട കറവയാണ്. പിന്നീട് കുത്തിവെച്ച് ക്യാരി ആയി കഴിഞ്ഞാൽ പിന്നീട് പാല് കുറഞ്ഞ് പെട്ടെന്ന് തന്നെ മറ്റു പശുക്കളെ പോലെ അല്ല. കറക്കാനും വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം കാണിച്ചിരുന്നാലും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യും. നമ്മുടേതായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അവര് ഏത് രീതിയിലാണോ പിന്നീട് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ അവരെ കൺട്രോൾ ചെയ്യും. ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാല് ഇവര് മൂക്ക് കയറിട്ടയ്ക്കുന്നവരെ മൂക്ക് കയറ് നമ്മൾ അതിന് പിടിച്ച് കയ്യിലോ പിന്നീട് ബന്ധിച്ചു കഴിഞ്ഞിരുന്നാൽ അവർ അനങ്ങാതെ അവിടെ നിൽക്കും. സുനന്ദിനി എന്ന് പറഞ്ഞ ഒരു പശുവിനെ ഒരാൾ തന്നു ഫാമുള്ളപ്പോഴത്തേക്ക്. അയാൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കാൻ സമ്മതിക്കില്ല, ചവിട്ടും എന്നൊക്കെ പറഞ്ഞ് തന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്നു. ഇത്തിരി പ്രശ്നമായിരുന്നു. ഞാൻ ഈ ടെക്നിക്ക് മൂക്ക് കയറിൽ കെട്ടി കയ്യിൽ ബന്ധിച്ചപ്പോഴത്തേക്ക് ഒരു 2-3 പ്രാവശ്യം 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നത് വരെയും യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കോട്ടയത്തിന്റെ സ്വന്തം പശു എന്നറിയപ്പെടുന്ന ചെറുവള്ളി ഉൾപ്പുണ്ട്. ഇവള് പിന്നീട് കുഞ്ഞിന്നാ വിളിക്കുന്നത്. എങ്ങനെയുണ്ട്? സാധാരണ ഞങ്ങൾ കാട സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെല്ലാം പിന്നീട് ചെറുവള്ളി എസ്റ്റേറ്റിൽ, കോട്ടയത്തെ ചെറുവള്ളി എസ്റ്റേറ്റിൽ ഫ്രീ ആയിട്ടൊക്കെ മേഞ്ഞ് നടക്കുകയും പിന്നീട് പാല് കറക്കാനായിട്ടുള്ള സമയമാകുമ്പോഴത്തേക്ക് ഉടമസ്ഥന്റെ അടുത്ത് ചെല്ലുകയും ഒക്കെ ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. പിന്നീട് അതിന്റെ യജമാനെ അന്വേഷിച്ച് യജമാന്റെ അടുത്ത് ചെല്ലും എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു മോഹം തോന്നിയിട്ട് അങ്ങനെ വളരെ ഷോർട്ടാണ്. പിന്നെ പാലിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. ഈ നാടൻ പശുക്കൾ എന്ന് പറഞ്ഞാൽ പാലിൻ്റെ ഗുണമാണ് പറയുന്നത്. അതിൻ്റെ നെയ്ക്കും ഒക്കെ ഭയങ്കര ഗുണമാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇതിലോട്ട് മാറിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്തില്ലെങ്കിലും നമ്മുടെ കൊച്ചുമക്കൾക്കും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് നല്ല നെയ്യ്. ഇത് മാർക്കറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വില പറയുന്നത്, 4000 രൂപ എന്നൊക്കെ പറയുന്നു.
അപ്പോൾ ആ ഒരു രീതിയാണ്. ഞാൻ വെളിയിൽ കൊടുക്കുന്നില്ല, നമ്മളെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. മകളുടെ കുഞ്ഞിന് അവർ വരുമ്പോഴത്തേക്കും അവരുടെ ആവശ്യത്തിന് കൊണ്ടുപോകും. പിന്നെ മകൻ്റെ കുഞ്ഞുണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുത്തു വിടുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ച് വരുന്നത്. ഇവിടെ കറക്കാനൊക്കെ എങ്ങനെയുണ്ട്? കറക്കാനായിട്ട് ചെറിയ പ്രശ്നമുണ്ട്, അതിനെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യും. ഇത്ര പ്രശ്നമുള്ളവരെയും നമ്മൾ പിന്നീട് ഹാൻഡിൽ ചെയ്യും. എത്ര വർഷമായി ഇപ്പം പിന്നീട് ഏകദേശം മാസം വരെ 8 മാസമായി. ഇങ്ങനെ കുട്ടിയായിട്ട് കൊണ്ടുവന്നാണ്? എങ്ങനെയായിരുന്നു? ഇല്ല, പ്രസവിച്ച് പിന്നീട് പാലും പിന്നീട് അതും ഒരു കാളക്കുട്ടിയായിരുന്നു. അതും പിന്നീട് നല്ലൊരു കുട്ടിയായിരുന്നു. പെൺകുട്ടിയായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുങ്കാനൂരിന്റെ ഒരു പിന്നീട് ക്രോസ് ആയിട്ട് തന്നെ വന്നതിൻ്റെയായിരുന്നു. ഇവിടെയാണ് യജമാനൻ വരാതിരുന്ന അന്വേഷിച്ച് സങ്കടപ്പെട്ട അങ്ങനെ ഒരു ഇതില്ലേ? അത് തന്നെ, യജമാനത്തെ പിന്നീട് അതിന്റെ സമയമാകുമ്പോഴത്തേക്ക് അവര് മേഞ്ഞ് നടന്നിട്ട് പിന്നീട് കറക്കാൻ പാലിൽ പിന്നീട് നമുക്ക് എടുക്കാനായിട്ട് സമയമാകുമ്പോഴത്തേക്ക് യജമാനെ തിരക്കി ചെല്ലും എന്ന് പറയുന്നത്. അപ്പൊ ഈ പശുക്കളിൽ ഏതിനെ കറക്കുന്നത് ചെറുവള്ളി ഇത് കറക്കുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പാല് വിറ്റാലൊന്നും നമുക്ക് അധികം സാമ്പത്തിക ലാഭം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇവരെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടം കൊണ്ടല്ല. നമുക്ക് കുക്കിങ്ങിന് ബയോഗ്യാസ് കിട്ടുന്നു, കൃഷിക്ക് ചാണകം കിട്ടുന്നു, പിന്നെ പാല് കിട്ടുന്നുണ്ട്, അതിനെ നമ്മൾ തൈരാക്കുന്നുണ്ട്, അതിൽ നിന്ന് പാട എടുത്തിട്ട് നെയ്യാക്കി കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ഇതാണ് ഗുണമേന്മയുള്ള, കിട്ടുന്നതെല്ലാം ഗുണമാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ബയോഗ്യാസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ, നമുക്ക് കാണാം. ഇനി താഴോട്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത വെച്ചാൽ കുത്തനെയുള്ള സ്ഥലം കേട്ടോ. ഇതാണ് ഫാം. 2 സെറ്റാണ്, 3 സെറ്റാണ്. ഇത് ഇടത്തരം പശുക്കളെ നിർത്താനായിട്ട്, ചെറിയ പൊക്കം കുറഞ്ഞത്. പിന്നെ അടുത്തത് ഇത്തിരി കാങ്കേത് നിർത്താനായിട്ട് വലിയ പശുക്കൾ, വലിയ സൈസ് പശുക്കൾ. പിന്നെ പൂങ്കാനൂർ അടുത്തപ്പെട്ട പശുക്കൾ, പിന്നെ ഷോർട്ടസ്റ്റ് കവുകളെ നിർത്താനായിട്ടുള്ള സ്ഥലമാണ് അവിടെ. അങ്ങനെ 3 പോർഷനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബയോഗ്യാസ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്, അല്ലാതെ നമ്മൾ ഒരു ഫൈബറിൽ ടാങ്കൊന്നും വെച്ചുള്ളതല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പെട്ടെന്നൊന്നും നശിച്ചു പോവേ വേറെ കാര്യമൊന്നുമില്ല. മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. സ്വന്തം പ്ലാനിലുണ്ടാക്കിയതാ? അത് പിന്നീട് ഇത് ഉണ്ടാക്കുന്ന ആളുണ്ട്, അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഇതെങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഗ്യാസ് വാങ്ങേണ്ട ആവശ്യം വരില്ല? നമുക്ക് പുറത്തുനിന്നുള്ള ഇന്ത്യൻ ഗ്യാസ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വർഷത്തിൽ 1-2 സിലിണ്ടറിന്റെ ആവശ്യമുള്ളൂ. അത് തന്നെ നമുക്കൊരു ഭയങ്കര, അതുമല്ല ഇതിനെക്കാട്ടിയും വളരെ പിന്നീട് ചൂട് വളരെ കൂടുതലാണ്. ഇതിനെക്കാട്ടിയും കുറെ കൂടെ ചൂട് കൂടുതലാണ്. ഇതിനെ വളർത്തുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഗ്യാസ് ഉണ്ടാവും. അത് നമ്മൾ കഴുകി വിടുന്നത്, ഇതിനെ ക്ലീൻ ചെയ്ത് വിടും, തൊഴുത്ത് കഴുകി വിടുന്ന വെള്ളം ഇതിൽ വന്ന് പിന്നീട് ഇതാകുന്നുണ്ട്. കുറച്ച് ചാണകം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിന്റെ സ്ലറി നമുക്ക് എടുത്തിട്ട് നമ്മുടെ കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. എല്ലാവിധ ചെടികൾക്കായാലും എല്ലാവിധ കൃഷികൾക്കും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഇതാണ്. അതുമല്ല തൊഴുത്തും പരിസരത്തും സ്മെല്ലുണ്ടാവത്തില്ല. ഇത് ഗ്യാസ് നമ്മൾ ഈ രീതിയിൽ എടുക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ഇവിടെ എവിടെ നിന്നിരുന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ഗോശാലയും പശുക്കളും ഉള്ളതായിട്ട് ആർക്കും അറിവില്ല. റോഡ് സൈഡിൽ എല്ലാവരും ബോർഡ് വെക്കുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ ഉണ്ടോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ ഇത്ര നേരം പറഞ്ഞ ഗോശാലയുടെ പേര് പറഞ്ഞില്ലല്ലോ. കൃഷ്ണ ഗോശാല, വട്ടപ്പാറ, കഴുനാട് അമ്പലം നഗർ. അപ്പൊ ഇവിടുത്തെ പശുക്കളോടൊപ്പം തന്നെ കോഴികളെ വളർത്തുന്നുണ്ട്. അങ്ങേ സൈഡിലാണ് ഈ പശു ഫാമിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് പോർഷനാണ്. കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. ആ സ്ഥലത്താണ് മാക്സിമം സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു 9 പേര് 2 സെക്ഷനായിട്ട് 50 നമ്പേഴ്സ് ഇതിനകത്ത് കിടപ്പുണ്ട്. എല്ലാവരും മുട്ടയിടുന്നതാണ്. നമുക്ക് മുട്ടയ്ക്ക് പിന്നീട് ഏറ്റവും കൂടുതൽ മുട്ട തരുന്ന ഒരു വെറൈറ്റിയാണ് BV380 എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ മിനിമം ഒരു 10-300 മുട്ടയെങ്കിലും കിട്ടും. മറ്റ് പിന്നീട് കോഴികളെ അപേക്ഷിച്ചിട്ട് മുട്ട ആവശ്യമുള്ളവർ BV380 വളർത്തുക. പുറത്ത് കൊടുക്കും. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നീട് പുറത്ത് കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഹൈടെക് രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. തീറ്റയായാലും നിപ്ലർ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്ന ഹൈടെക് കൂട് മാതിരിതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അവർ തറയിൽ നമ്മുടെ മരപ്പൊടി, ചീവ് പൊടി ഇട്ട് അതിൽ പിന്നീട് അവരിങ്ങനെ നടന്ന് പിന്നീട് അവർ എൻജോയ് ചെയ്ത്. അത് നമ്മൾ ക്ലീനിങ്ങിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവര് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ കൊണ്ടാക്കിയിട്ട് ഈ പോർഷൻ ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇവരിവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക്
പിന്നീട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആ പോർഷൻ ക്ലീൻ ചെയ്യാം. ഇതിങ്ങൾക്ക് എന്താ പ്രത്യേകിച്ചും തീറ്റ ഉള്ളത്? തീറ്റ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള പിന്നീട് ലെയർ ഭാഷം അതും ഇതൊക്കെ തന്നെ. അത് നമ്മൾ കൊണ്ടുവരുന്ന പ്രായത്തിനനുസരിച്ച് ഗ്രോവർ കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നീട് ലെയർ മാഷ് കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. ഇത് നേരത്തെ ഞാൻ ഫാം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ആട്ടിൻ കൂടായിരുന്നു. അതിൻ്റെ ബേസൊക്കെ നശിച്ചപ്പോഴത്തേക്ക് അതിനെ എടുത്ത് റിനോവേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ ഉണ്ടാക്കിയത്. നമ്മൾ ഒന്നും പാഴാക്കാൻ പാടില്ല, എല്ലാത്തിനെയും നമ്മൾ യൂട്ടിലൈസ് ചെയ്തെടുക്കുക. ചാണകം പിന്നീട് വളരെ ഡ്രൈ ആയിട്ട് എപ്പോഴും കിടക്കും. അതിന് വേണ്ടിയിട്ട് റൂഫൊക്കെ ചെയ്ത് നല്ല ഇതായിട്ട് സെക്ഷനായിട്ട് ഇരിക്കും. അത് സ്ലറി ഇട്ടയ്ക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഈർപ്പം കരിഞ്ഞു പോകും. നമുക്ക് കൃഷിക്ക് തന്നെ തികയുന്നില്ല ചാണകം. അതുകൊണ്ട് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മാൻ പവറും കൂടെ യൂട്ടിലൈസ് ചെയ്യണം. ഇക്കാലത്തൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. കൃഷിക്ക് പിന്നീട് ആളുണ്ട്, അവർ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഇതും പിന്നീട് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നു. അതിന് കുറച്ച് പിന്നീട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ബേസ് വന്നിട്ട് ഇരുമ്പിൽ നെറ്റായിരുന്നു, അത്രയും തുരുമ്പെടുത്ത് പോയി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഫൈബർ ബേസ് ആക്കി വേസ്റ്റ് കളക്ട് ചെയ്യാനും മുട്ട വരാനും തീറ്റ ഇടാനും ഒക്കെ ഉള്ള ഹൈടെക് രീതി. പിന്നീട് വെള്ളത്തിനും ഒക്കെ നമുക്ക് വളരെ മെയിൻ്റനൻസ് കുറവാണ്. ഇത് വളരെ എന്ന് വെച്ചാൽ വളരെ മെയിൻ്റനൻസ്. കുടിക്കാനായിട്ട് ട്രിപ്പിൾ സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് തീറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നീട് അത് പൊക്കിയാൽ മതി. അവിടെ പൊക്കി ഇത് തീറ്റയ്ക്ക് ഇവിടെ മുട്ട വരും. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ്. താഴ്വശത്ത് വേസ്റ്റ് കളക്ട് കഴുകി വിടാനുള്ള ഒരു സിസ്റ്റം, ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 25 വരെ കിടക്കും. 25 വരെ കിടക്കും. പക്ഷെ നമ്മൾ അത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഇട്ടിട്ടില്ല. ഒരു 10, 15, 20 ഇപ്പൊ 20 അടുപ്പിച്ചിട്ടുള്ളൂ. ഇതെല്ലാം മുട്ടയിടുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാണ് എന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നും പിന്നീട് കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ പിന്നീട് ഒരു 5-6 ഉണ്ട്. ഇത് കരിങ്കോഴിയുടെ കൂടായിരുന്നു, അതിനെ വെക്കേറ്റ് ചെയ്തു. പിന്നീട് ഇപ്പം പിന്നീട് BB380 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കരിങ്കോഴി ഇനി പുതിയത് ഇടണം. ഇതാണ് ഹൈടെക് കൂട്. ഇത് തൃശ്ശൂരിൽ നിന്ന് വരുത്തിയതാണ്. അത് നോക്കിയിട്ടാണ് ഇത് 2 റിനോവേഷൻ ചെയ്തെടുത്തത്. ഇതിന് പിന്നീട് അതേ സിസ്റ്റത്തില് തീറ്റയ്ക്കും ഇതിപ്പം കുഞ്ഞുങ്ങളെ പുതിയൊരു ബാച്ച് കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുകയാണ്. എല്ലാ സെറ്റപ്പ് ഒരു ചെറിയൊരു സ്ഥലം മതി ഇത് വെക്കാനായിട്ട്. അത് തന്നെ പറഞ്ഞു, എല്ലാവർക്കും പിന്നീട് ഒരു 10 കോഴിയെ വീട്ടിൽ വളർത്താം. വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടല്ല. പ്രോപ്പർ പിന്നീട് ട്രെയിനേജ് കൊടുത്താൽ മതി. ഇവിടെ റോഡിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഫുൾ വ്യൂ ഇതാട്ടാ. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് അതിന്റെ മൊത്തമുള്ള വ്യൂ നമ്മൾ കാണുന്നത്. ഹൈറ്റും പിന്നെ അതുകൊണ്ട് ആ തലയും എല്ലാം നമുക്ക് കാണുന്നത്. ഇങ്ങനെ പുറത്തേക്ക് ഇതുപോലെ പുല്ല് മേയ്ക്കാൻ വേണ്ടി വിടാറുണ്ട്. മേയ്ക്കാനായിട്ട് അപ്പുറത്തെ പറമ്പ് ഒഴിഞ്ഞു കിടന്നപ്പോഴത്തേക്ക് കൊണ്ട് കിട്ടുമായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇഴജന്തുക്കളുണ്ട്. ഇഴജന്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കാണാൻ വരും ആൾക്കാര്. കാണാനായിട്ട് ചിലർ വരാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഫ്രീ അല്ല. ഞാൻ ഫുൾ ടൈം പിന്നീട് എൻഗേജ്ഡ് ആയിരിക്കും. രാവിലെയും വൈകിട്ട് ഇവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം പറമ്പിലും അങ്ങനെയൊക്കെ ഉള്ള എൻഗേജ്ഡ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ചെങ്കതളി വാഴകൃഷി കേട്ടോ. ഇവിടെ വെറൈറ്റി 2 വാഴകൃഷിയുണ്ട് അല്ലേ? 2 വാഴകൃഷി, നേന്ത്രനും ചെങ്കതളിയും. തിരുവനന്തപുരത്ത് കപ്പവാഴ എന്ന് പറയും. കപ്പക്കുല എന്ന് പറയും. ഇതിപ്പോ എത്ര വെച്ചിട്ടുണ്ട് ചെങ്കതളി? ചെങ്കതളി എല്ലാം കൂടെ ഒരു 10-250 ഉണ്ടല്ലേ? ഇവിടെ പ്രധാനമായിട്ട് ഇത് പ്രധാനമായിട്ട് ഉത്സവത്തിന് പിന്നീട് അമ്പലങ്ങളിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് പിന്നീട് മാർക്കറ്റിൽ കൊടുക്കും. ഉത്സവ പാർട്ടി ഇവിടെ വന്ന് പിന്നീട് ഇതിന്റെ തണ്ടോട് കൂടി വെട്ടിക്കൊണ്ടാ പോകുന്നത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ഈ കല്യാണത്തിനൊക്കെ പിന്നീട് നിർത്തുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പിന്നീട് തണ്ടോട് കൂടി കൊണ്ടുപോകുന്നതുണ്ട്. റേറ്റ് അലങ്കരിക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഒരു 1500 റുപ്പീസ് ആ റേഞ്ച് വരും. അല്ലാതെ നമ്മള് വെറും കൊല മാത്രം, അത് മാത്രമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി കിലോ കണക്കിനാണ് എടുക്കുന്നത്.
ഓക്കെ, നല്ല ഐഡിയ കേട്ടോ. കാരണം വെച്ചാൽ വാഴക്കൊല മാത്രമല്ല, അതിന്റെ തണ്ടോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും അല്ലേ? തണ്ടോട് കൂടി അത് അലങ്കരിക്കാൻ വേണ്ടി ഇത് വന്നിട്ട് നേന്ത്രൻ. നേന്ത്രൻ നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഏത്തവാഴ എന്ന് പറയും. ഏത്തവാഴ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ ഇങ്ങനെ. ഇതും ഒരു 10-300 എണ്ണം പിന്നീട് വെച്ചിട്ടുണ്ട്. ഈ നാടൻ പശുവിന് ചാണകം കംപ്ലീറ്റ് നമ്മൾ നാടൻ പശുവിന്റെ ജൈവപരമായ കൃഷിയാണ് നടത്തുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ഈ കൃഷി എന്നൊരു സംഭവം ചേട്ടൻ? ഇതെല്ലാം നമ്മൾ ചെറുപ്രായത്തിൽ ഇതെല്ലാം ചെയ്തു. വയലിൽ കൃഷി ചെയ്തും ഒക്കെ പിന്നീട് നമ്മൾ ആ ഒരു പിന്നീട് മനസ്സിനകത്തുള്ള ഒരു ഇതാണ് നമ്മൾ ഇപ്പോഴും റിട്ടയർമെന്റ് ആയതിനു ശേഷം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് തെങ്ങ്, കപ്പ എന്ന് പറയുന്ന ഇതൊരു വെറൈറ്റി കപ്പയാണ്. എന്ന് വെച്ചാൽ M4 എന്ന് പറയും, മലയൻ 4 എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അത് പിന്നീട് പെട്ടെന്ന് നല്ല വേവും പാചകം മഞ്ഞ കളറല്ല, നല്ല പിന്നീട് ഇതായിരിക്കും. ഇതിന്റെ തോട് വന്നിട്ട് ഒരു ചുവന്ന കളറും. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ചെറുതായിട്ട് ചൂടടിച്ചാൽ തന്നെ നല്ലോണം വേകുകയും ഭയങ്കര ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് ഒരു 600-750 മൂട് അനുസരിച്ചുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പശുക്കൾക്ക് വേണ്ടിയിട്ട് സൈഡ് വാരം കംപ്ലീറ്റ് പുൽകൃഷി. ഈ കൃഷിയിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ പറഞ്ഞു. നമ്മള് സൈഡ് ബൗണ്ടറി കണക്കാക്കി കംപ്ലീറ്റ് പുൽകൃഷി എല്ലായിടത്തും പുല്ല് നട്ടിരിക്കും. സൈഡ് കംപ്ലീറ്റ് നമ്മൾ പുല്ല് നട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തെങ്ങ്, പിന്നെ ഇങ്ങനെയുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം അത്രയും നമ്മൾ ഓരോ. ഇനിയിപ്പം അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ചേന, കാച്ചില്, ആ വെറൈറ്റിയൊക്കെ അടുത്ത മാസം നടുന്നത്. അതെല്ലാം പിന്നീട് വെട്ടി വിത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് പിന്നീട് അതിൻ്റെ ഈർപ്പെല്ലാം വലിഞ്ഞ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് നടാനായിട്ടുള്ള ആ ഒരു ഇത് ആകത്തുള്ളൂ. ഇടവിള കൃഷി വീട്ടിൽ പിന്നീട് ചട്ടിയിൽ നമ്മൾ തക്കാളി, ചീര, പയറ് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നമ്മൾ വീട്ടിൻ്റെ അവിടെ വീട്ടുകാരാണ് അതെല്ലാം ചെയ്യുന്നത്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഗീതാകുമാരി. ഇത്രയൊക്കെ കൃഷി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതു തലമുറയോട് എന്താ പറയാനുള്ളത്? ഇവിടെയൊക്കെ കൃഷിയൊക്കെ കുറവാന്ന് തോന്നുന്നല്ലേ? അല്ല, കൃഷി ഇപ്പൊ ആരും ചെയ്യാറില്ല. എല്ലാ ഭൂമികളും പിന്നീട് വെറുതെ ഇട്ട് കാടും കയറി പന്നികളും വളർന്നു പിന്നീട് കിടക്കുന്ന ഒരു. പക്ഷേ എന്നെ സംബന്ധിച്ച് പറമ്പ് വളരെ നീറ്റായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നീട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പരിപാലിച്ച് പോകണം. മണ്ണറിയണം. കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പശു വളർത്തൽ, കോഴിയുടെ പരിപാടി, വാഴക്കൃഷി, മരിശിനി കൃഷി, ഇങ്ങനെയുള്ള പിന്നീട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സർവത്ര കൃഷികളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. വീട്ടിൻ്റെ പരിസരത്ത് വന്നിട്ട് വെജിറ്റബിൾ വീട്ടാവശ്യത്തിനുള്ള ചീര, തക്കാളി, ഇങ്ങനെ പച്ചമുളക്, അങ്ങനെയുള്ള കൃഷികളും പിന്നെ കുറച്ച് പൂക്കൾ മനസ്സിന് സന്തോഷം ഉണ്ടാകാനായിട്ട്. അങ്ങനെ പിന്നീട് എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള. രാവിലെ എണീറ്റ് കഴിഞ്ഞിരുന്നിരുന്നാൽ രാത്രി ഒരു കിടക്കുന്നത് വരെ ഒരു 7-8 മണി വരെ, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ്. മാനസികം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാല് നമ്മുടെ ശാരീരിക പ്രശ്നമോ മറ്റു പ്രശ്നങ്ങളൊന്നും നമ്മളെ ഒന്നും അലട്ടത്തില്ല. അലട്ടാതെ പിന്നീട് നമ്മൾ ഇതിൽ എൻഗേജ് ആയി പോകുമ്പോൾ നമുക്ക് മറ്റുള്ള ചിന്തയും കാര്യങ്ങളും ഉണ്ടാവത്തില്ല. ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് 14 കിലോ വെയിറ്റ് റെഡ്യൂസായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് 14 കിലോ വെയിറ്റ് എന്നെ ഇപ്പം പലരും കണ്ടാൽ അറിയത്തില്ല. 14 കിലോ കുറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ചിലപ്പം കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ബോഡിയിൽ എനിക്ക് മുട്ടിന് പ്രോബ്ലം ഉണ്ട്. ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ തുടയിൽ പൊട്ടിയിട്ട് സർജറി ചെയ്ത് ഡബിൾ പ്ലേറ്റ് ഒക്കെ ഇട്ട് ബോൺ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ബോഡി വെയിറ്റ് കുറഞ്ഞപ്പോഴത്തേക്ക് ശരീരം കുറച്ച് ഫ്ലെക്സിബിളായി, വയറ് കുറഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പല ബുദ്ധിമുട്ടുകളും പല ആരോഗ്യ പ്രശ്നങ്ങളും ഇതിൽ നിന്ന് റിലീഫായി കിട്ടും. അങ്ങനെ ഇങ്ങനെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് വീട്ടിൽ ഒരു പശുവിനെ വാങ്ങുകയോ ഒരു 10 കോഴിയെ വാങ്ങിക്കുകയോ എന്തെങ്കിലുമൊക്കെ കൃഷികളും കാര്യങ്ങളായിട്ട് അത് പരിപാലിച്ച് പിന്നീട് കുറച്ച് ശരീരമൊക്കെ വേർത്ത് ഹെൽത്തി ഫുള്ളാക്കണം. ഇപ്പോൾ എല്ലാവരും പോകുന്നത് ജിമ്മിൽ പോകും, പിന്നീട് ടർഫ് പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള രീതികളാണ് കാണുന്നത്. അതൊക്കെ ഇല്ല. നമ്മൾ പിന്നീട് കിട്ടുന്ന സമയം എന്തെങ്കിലും നമ്മളെ കൊണ്ട് പിന്നീട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. നാട്ടിനും നമുക്കും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ
ഓക്കെ, അപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പൊ? ഇപ്പം 70 ആകാൻ പോകും. അടിപൊളി, നല്ല ആരോഗ്യമായിട്ട് നല്ല സൂപ്പർ ആയിട്ട് കൃഷിയും കാര്യങ്ങളും പശുവിനെ എല്ലാം അത് വളർത്തുന്നുണ്ട്. തന്നെ പറഞ്ഞു, എല്ലാത്തിനെയും നോക്കി അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ലോങ് ജേർണി പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സർജറി നടന്നിട്ടുണ്ട്. ഗാൾ ബ്ലാഡർ ഇൻഫെക്ഷൻ ആയിട്ട് അത് റിമൂവ് ചെയ്തു. അപ്പോൾ എനിക്ക് പിന്നീട് ചില ആഹാരങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ കൂടുതൽ യാത്രയും കാര്യങ്ങളും ഒഴിവാക്കി പോകാനുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ്. ദുബായിലാണ് മകള്, അവിടെ 2 പ്രാവശ്യം പോയി, അവിടെ എല്ലാം കണ്ടു. അബുദാബി, ദുബായ്, ഷാർജ, UAE കംപ്ലീറ്റ് കറങ്ങി. 2 പ്രാവശ്യം പോയി, കാശ്മീരിൽ പോയി, ഗുജറാത്തിൽ പോയി, പിന്നെ സർവീസിൽ ഡൽഹി, ബോംബെ, ചെന്നൈ, പിന്നെ ഹൈദരാബാദ്, ഇങ്ങനെയുള്ള മൈസൂർ, ഇങ്ങനെ പോകാനുള്ള ഏകദേശം സ്ഥലങ്ങൾ പോവുകയും കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അമ്പലങ്ങളായാലും ശരി, പിന്നെ മൂകാംബികയിൽ, മൃദേശ്വറിൽ, ഉടുപ്പിയിൽ, ഗുരുവായൂർ, ഇങ്ങനെ ചോറ്റാനിക്കര, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഏകദേശമുള്ള അമ്പലങ്ങളും ദൈവസഹായം കൊണ്ട് ഇങ്ങോട്ട് വടക്കോട്ടായാലും ശരി, വടക്കുന്നാഥ ക്ഷേത്രമായാലും ഏറ്റുമാനൂർ ക്ഷേത്രമായാലും ഇങ്ങനെയുള്ള എല്ലാ അമ്പലങ്ങളും ഒക്കെ കറങ്ങാനായിട്ടുള്ള ഭാഗ്യവും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെറുതെ ഇരിക്കണില്ല, നമ്മളിരിക്കില്ല, വെറുതെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, സമയം നമുക്ക് വേസ്റ്റായി കളയാനില്ല. സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യാതെ നമുക്ക് പിന്നീട് കാര്യങ്ങൾ നന്നായി ഉപയോഗിക്കാം. പക്ഷെ കാണുന്നവർക്ക് ഇയാൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നുന്നു, വെറുതെ പിന്നീട് വീട്ടിൽ ഇരുന്ന് തിന്നുകൊണ്ടിരുന്നാൽ പോരെ എന്നുള്ള ചിന്താഗതിയാണ് എല്ലാ പേരും. പലരും പിന്നീട് അയാൾക്ക് എന്തിനാ ഇതിൻ്റെയൊക്കെ വേറെ വീട്ടിൽ ഇരുന്നാൽ പോരെ, ഈ പശുവും പിന്നീട് ഇതുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അവർ ആലോചിക്കുന്നത്. കർഷകനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവനുള്ളൂ. അതാണ് അതിൻ്റെ രസം. എന്തെങ്കിലും നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ കർഷകൻ മണ്ണിൽ അധ്വാനിച്ചാൽ മാത്രമേ പിന്നെ നമ്മുടെ വിശപ്പിനുള്ള പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇത്രയും ക്വാളിറ്റി ഉള്ള പശുക്കളെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? എനിക്ക് കിരൺ കമലേശ്വരം, കിരൺ ഹരി കമലേശ്വരം എന്ന് പിന്നീട് ഒരു റിലേറ്റീവ് ആണ്. ആളിതാണ്. പിന്നെ പുള്ളി പ്രധാനപ്പെട്ട പിന്നെ ചന്തകളിലൊക്കെ പോയിട്ട് അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പിന്നീട് മനസ്സിലാക്കിയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തരുന്നത് കിരൺ ഹരി കമലേശ്വരം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള പശുക്കളെ നമ്മൾ എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും ഈ പശു വളർത്തുന്ന കൂട്ടുകാരുണ്ട്, അല്ലാതെ തമിഴ്നാട്ടിലുമുണ്ട്. അത് ഇതുപോലെ വളർത്തുന്ന താല്പര്യമുള്ളവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലും പശുക്കളുണ്ടല്ലോ, നാടൻ പശുക്കളുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾ നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ അവരുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ട ഒരു നാടൻ പശുവിനാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ? അതെ, അങ്ങനെ രീതിയിൽ അല്ലേ? അതെ, നമ്മളെ വീട്ടിൽ നിർത്താൻ കണക്കിനുള്ള വാങ്ങും, അല്ലാതെ അത്യാവശ്യപ്പെട്ട് വിളിക്കുന്നവർക്ക് എടുത്ത് കൊടുക്കാറുമുണ്ട്. അതായത് ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡ് മാത്രമേ എടുത്ത് കൊടുക്കാറുള്ളൂ. ക്രോസ് ബ്രീഡൊന്നും അങ്ങനെ എടുക്കാറില്ല. നല്ല പശുക്കൾ തന്നെയാണ് എടുത്ത് കൊടുക്കാറ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടത് കേരളത്തിലെ ഏറ്റവും വ്യത്യസ്തമായ നാടൻ പശു വളർത്തലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.